ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇതുപോലെ ഒരു മന്തി ഉണ്ടാക്കി നോക്ക്. അതിനായിട്ട് 1.25 കിലോനാണ് മന്തി അരി എടുത്തിട്ടുള്ളത്, നീളമുള്ളതാണ്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. ഇനി അതിലേക്ക് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്കുള്ള അതേ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. 1.25 കിലോന് അതുമുണ്ട്. അപ്പോൾ അത് ഒരു പാനിലിട്ട് കൊടുത്തതിലേക്ക് കാശ്മീരി മുളകും പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുരുമുളക് ചതച്ചത്, നല്ല ജീരകം ചതച്ചത്, നല്ല ജീരകം കുരുമുളകും 3 വലിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മന്തിയുടെ പൊടിയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 3 ടീസ്പൂൺ ഉണ്ട്. 6 മാഗി ക്യൂബും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒന്ന് പൊടിച്ചിടാം. അത് കഴിഞ്ഞ് എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ആ ബീഫിൻ്റെ മേലെ പിടിക്കുന്നത് വരെ. അതിൻ്റെ ശേഷം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ കപ്പാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൽ പിടിക്കുന്നവരെ. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം അതിൻ്റെ വിസലെല്ലാം കളഞ്ഞിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ അതാ ഇറച്ചൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഇറച്ചിയിലത്തെ വെള്ളം ഒന്ന് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം അളന്നൊഴിക്കാനാണ്. അപ്പോൾ അത് 1/4 കപ്പ് ഉണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മന്തിയുടെ അരി 1.25 കപ്പ് അരിയുണ്ട്. അപ്പോൾ അതിന് 2 കപ്പും 1/4 കപ്പും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇറച്ചിയിൽ മാഗി ക്യൂബ് ഇട്ട് കൊടുത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കറൊന്ന് മൂടി കൊടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായ ശേഷം ആ ബീഫ് മാറ്റി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗം ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം, അതിൻ്റെ വിസലെല്ലാം കളഞ്ഞിട്ട്. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നില്ല, കുക്കറിൽ ആയ കാരണം കൊണ്ട്. അപ്പോൾ ചോറെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബീഫ് ഫുള്ളായിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളകാണ്, പച്ചമുളക്, അതിലേക്ക് 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പുകയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് പുകയിച്ച് ഒന്ന് മൂടി വെച്ച് ഇതുപോലെ കനമുള്ളത് എന്തെങ്കിലും വെച്ച് കൊടുത്ത് എയർ കിടക്കാത്ത തരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലത്തെ പച്ചമുളകൊക്കെ മാറ്റി കൊടുത്ത് ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.